ഹലോ മക്കളെ. അപ്പോൾ എൻ്റെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, മിസ് ഞങ്ങൾക്ക് ഓണപ്പരീക്ഷ ഉണ്ടാവുമോ? എല്ലാവരും ഇപ്പോൾ 10ാം ക്ലാസ്സുകാരും പ്ലസ് ടുക്കാരും 9ാം ക്ലാസ്സുകാരും എല്ലാവരും ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, ഞങ്ങളെക്കുറിച്ച് എന്താ ആരും പറയാത്തത് എന്നായിരിക്കും എൻ്റെ മക്കളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓണപ്പരീക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ മിസ്സിന് എൻ്റെ മക്കളുടെ ആഗ്രഹം അറിയണം. അതായത് നിങ്ങൾക്ക് ശരിക്കും ഓണപ്പരീക്ഷ എഴുതാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓണപ്പരീക്ഷ ഉണ്ടാവോ, അല്ലെങ്കിൽ ഓണപ്പരീക്ഷ നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നുള്ള കാര്യം ആദ്യം എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇപ്പോൾ ചില മക്കളുണ്ടാവുമല്ലോ, എല്ലാവരും ഓണപ്പരീക്ഷ എഴുതുന്നുണ്ട്, എനിക്കും വേണം ഒരു ഓണപ്പരീക്ഷ, ഒന്ന് എഴുതി നോക്കണം. അല്ലെങ്കിൽ ചില ആൾക്കാർ അയ്യോ ഇപ്പോഴൊന്നും ശരിയാവില്ല, ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ച് എവിടെ എത്തിയില്ല, ഓണപ്പരീക്ഷ ഒന്നും വേണ്ട, അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ എൻ്റെ മക്കൾ നിങ്ങളുടെ ആഗ്രഹം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഓണപ്പരീക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തായിട്ടുണ്ട് ഡേറ്റ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഓഗസ്റ്റൊക്കെ തുടങ്ങി, ഓഗസ്റ്റ് 2 ആയി. ആൻഡ് ഇപ്പോഴും കുറേ മക്കൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവുക. പലതരത്തിലുള്ള എന്താ പറയുക, നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും എല്ലാം കഴിഞ്ഞ് കുറച്ച് മക്കൾ ഇപ്പോഴായിരിക്കും ആദ്യമായിട്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കുറേ പേര് ട്രാൻസ്ഫറൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്ക് ചിലപ്പോൾ സ്കൂളിൽ 1ാമത്തെ 2ാമത്തെ ചാപ്റ്ററൊക്കെ തുടങ്ങി പോയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഓണത്തിന് മുൻപായിട്ട് എൻ്റെ +1 മക്കൾക്ക് ഓണം എക്സാം നടത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, വളരെ കുറവാണ്. ഇനി അഥവാ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് ഓണത്തിന് ശേഷമായിരിക്കും. ഓക്കെ, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ തന്നെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. ആൻഡ് ചിലപ്പോൾ ചില സ്കൂളിൽ 3ാമത്തെ ചാപ്റ്റേഴ്സ്, ചില സ്കൂളിൽ നടുവിലെ ചാപ്റ്റേഴ്സൊക്കെ എത്തിയിട്ടുണ്ടാകും. സാധാരണ ഓണം എക്സാമിന് ഒരു 4-5 ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിൽ നിന്നും, ഇപ്പോൾ ബയോളജിയിലൊക്കെ ഒത്തിരി ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു 4-5 ചാപ്റ്റേഴ്സ് എന്തായാലും ഓണം എക്സാമിന് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അല്ലേ, കുറഞ്ഞ സമയം കൊണ്ട് ഇനിയിപ്പം ഇതെല്ലാം കൂടെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ ഒത്തിരി മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണപ്പരീക്ഷ എന്ന് പറയുന്ന സംഭവം ഈ ഓണത്തിന് മുൻപായിട്ട് നടക്കാൻ സാധ്യത കുറവാണ് +1 മക്കൾക്ക്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഓണത്തിന് ശേഷമായിരിക്കും. അപ്പോൾ ശരിക്കും എൻ്റെ മക്കൾക്ക് എന്താ വേണ്ടത്? ഈ ഓണപ്പരീക്ഷ വേണോ വേണ്ടോ? നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും, അയ്യോ വേണ്ട മിസ്, പേടിയാണ് മിസ്, എക്സാം ഒന്നും എഴുതാൻ വയ്യ. ചിലപ്പോൾ ചില മക്കളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും നല്ലതായിരുന്നു ഒരു ഓണപ്പരീക്ഷ അല്ലേ. മിസ്സിൻ്റെ ഒരു കൺസിഡറേഷനിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഓണപ്പരീക്ഷ നല്ലതാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷ അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക് എക്സാം എഴുതുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് കൊണ്ട് തന്നെ എഴുതി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ എക്സാമിന് നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ ഇങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ പാർട്ടായിട്ട് എടുത്തു പോകുന്നുണ്ട്. ഇപ്പോൾ 2 ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ 3ാമത്തെ ചാപ്റ്ററിലേക്കൊക്കെ നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിനർ എന്തായാലും നിങ്ങൾക്ക് തരാൻ പോകുന്ന ക്ലാസ്സുകൾ ഒന്നും തന്നെ നിർത്തില്ല. നമ്മുടെ ബാച്ചിലാണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും അല്ലാത്ത മക്കൾക്ക് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇനി നമ്മൾ ഗവൺമെൻറ് ഓണം എക്സാം നടത്തിയാലും ഇല്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എക്സാമിനറിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓണം എക്സാമിനർ നടത്തുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. ആദ്യം ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു പോയി നമ്മൾ കറക്റ്റായിട്ട് റിവിഷനൊക്കെ ചെയ്ത് എക്സാമിനർ കണ്ടക്ട് ചെയ്യുന്ന ഓണം എക്സാം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എഴുതാം. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് 5-6 ചാപ്റ്റേഴ്സ് ഇത്ര ദിവസം കൊണ്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പതിയെ എല്ലാ ദിവസവും നമ്മളുടെ ചാനലിൽ നിങ്ങൾക്കറിയാം ലൈവൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, ഓക്കെ, എത്രയാണ് എൻ്റെ കുട്ടികൾക്ക് പറ്റുകയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ രീതിയിൽ തന്നെ ക്ലാസ്സുകളൊക്കെ തന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു റിവിഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾക്ക് തന്നെ എന്ത് കിട്ടും, ഒരു കോൺഫിഡൻസ് ഒക്കെ, എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടല്ലേ, എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലേ, ആ ഒരു ആശ്വാസം എൻ്റെ മക്കൾക്കും കിട്ടും. അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു പോകും, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ എൻ്റെ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക, എല്ലാ ചാനൽസിലുള്ള നമ്മുടെ ഈ +1 ചാനലിലുള്ള എല്ലാ ലൈവുകളും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാം വേണോ വേണ്ടിയോ എന്നുള്ളത്. എന്തായാലും എക്സാമിനറിൻ്റെ മക്കൾക്ക് എക്സാമിനർ തന്നെ അടിപൊളിയായിട്ട് പഠിപ്പിച്ച് നിങ്ങൾക്കുള്ള എക്സാമൊക്കെ കണ്ടക്ട് ചെയ്യും. കാരണം ഇപ്പം നമ്മുടെ CBSE ക്ലാസ് 10ലുള്ള ചാനലിൽ നമ്മൾ എക്സാമിനർ കണ്ടക്ട് ചെയ്യുന്ന ഓണം എക്സാമിന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യും, അടിപൊളിയായിട്ട് പഠിക്കും. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ക്ലാസ്സുകളൊക്കെ റെഗുലറായിട്ട് 7:30 എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല
നല്ലപോലെ പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.